വർഷമായി. എന്നിട്ട് ഒരു മാസം തികച്ചിട്ടുണ്ടോ ചേട്ടൻ നാട്ടില്? ഇന്നലെ എന്റെ ഫ്രണ്ട് രേവതി ഹസ്ബൻഡ് കുളു മണാലി പോയ സ്റ്റാറ്റസ് ഇട്ടേക്കണം. കണ്ടിട്ടാണെങ്കിൽ എനിക്ക് കൊതിയാവണം. നിങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് വരെയില്ല, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകത്തുമില്ല. എടി നീ ഇപ്പൊ 5 ദിവസം വന്ന് നിന്നിട്ട് പോകാനാണെങ്കിൽ കുഴപ്പമില്ല. ഇത് എന്നും ഇവിടെ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചിലവൊക്കെ നിനക്ക് പറയാതെ തന്നെ അറിഞ്ഞൂടി. അത് വിട്. ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ട്? കാലും എനിക്ക് ഒരു കുറവുമില്ല മക്കളെ. അമ്മ നടക്കാൻ പോണില്ലേ? ഡോക്ടർ പറഞ്ഞതല്ലേ? നിന്നെ കണ്ടാൽ തന്നെ എൻ്റെ പകുതി അസുഖം മാറും. ഞാൻ വരാം. പിന്നെ മക്കളെ, വിനയെ പറഞ്ഞ ആ ഫോണൊന്ന് വാങ്ങിക്കാൻ മറക്കല്ലേ. അവൾ ഇന്നലെയും കൂടി വിളിച്ച് പറഞ്ഞായിരുന്നു. ഓ ശരി, ഞാൻ വയ്ക്കണം, എനിക്ക് പോണം. ചേട്ടാ, ഇതെന്താ ഒരു മുന്നറിയിപ്പല്ലാതെ? ഇന്നലെ വീഡിയോ കോൾ വിളിച്ചപ്പോ പോലും പറഞ്ഞില്ലല്ലോ. അമ്മ അമ്മ എന്ത് മക്കളാ? നോക്ക്, ചേട്ടൻ വന്ന്. മോനെ, കണ്ടിട്ട് എത്ര കാലമായടാ. തന്നെ ഗൾഫുകാർ വരുമ്പോൾ പറഞ്ഞ സ്ഥിരം ഡയലോഗ്. ഓ, ഇവിടുത്തെ ആൾക്കാരുടെ വിഷമൊന്നും നിനക്ക് മനസ്സിലാവില്ലല്ലോ. എല്ലാവരും വിഷമവും മാറ്റാൻ തന്നെ ഞാൻ ഇപ്രാവശ്യം വന്നത്. അമ്മ നമ്മുടെയും കൂടെ കൊണ്ടുപോകാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. സർപ്രൈസ് ആയിരിക്കും. പാസ്പോർട്ട് എവിടെ കിടക്കണമുണ്ട്? അമ്മ ഉച്ചയ്ക്ക് കഴിക്കുക സാമ്പാർ വയ്ക്കൂ. സാമ്പാർ എന്തിനു മക്കളെ? ചിക്കൻ കറി തന്നെ ഉണ്ടാക്കി തരാം. അമ്മ നമുക്ക് ചിക്കൻ ഫ്രൈഡ് ഉണ്ടാക്കാം. നീ ഒരു കാര്യം ചെയ്യ്, നീ മട്ടൻ കൂടെ ആർഡർ. എന്ത് സുഖോടി ബെഡിൽ കിടക്കാൻ. ഒരു സുഖമില്ല. ഒരു സ്പ്രിംഗ് മാട്രസ് മേടിക്കണം. ഞാൻ അത് പറയാതിരിക്കായിരുന്നു. നീ എൻ്റെ ഡോർമെട്രി ബെഡിൽ ഒരു ദിവസം വന്ന് കിടന്നു നോക്കണം. അതാണ്ട് ഇങ്ങനെ കിടക്കാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് തിരിഞ്ഞാലും താഴെ പോകും. 15 വർഷം അങ്ങനത്തെ ബെഡിൽ കിടന്ന് എനിക്ക് ഇതൊക്കെ സ്വർഗമാണ് മോളെ. ഈ പച്ചപ്പും ഹരിതാപയും കാണാൻ വരുന്ന പ്രവാസിയെ കണ്ടിട്ടുണ്ട്. ബെഡിൽ കിടക്കാൻ പറഞ്ഞ പുതിയ ഇനാണല്ലോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടേ. ഞാൻ വന്ന എക്സൈറ്റ്മെൻറ്റിൽ നിങ്ങളാകെ ഇതായിട്ട് നിന്നപ്പം ഒന്ന് ഡൗൺ ആയിട്ട് പറയാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അയ്യോ പറയല്ലേ. ഞാനേ മുഖത്തൊന്നും അറിഞ്ഞൂടാത്ത പാവം വരുത്തിക്കോട്ടെ. ഒരു സെക്കൻഡ്. എന്താ ചേട്ടാ? അതെ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷമായില്ലേ. ചേട്ടൻ എന്തെങ്കിലും മനസ്സിൽ കണ്ട ഞാൻ അപ്പം ടെറസിൽ കാണും. ചേട്ടൻ പറയാൻ പോണ കാര്യം എനിക്ക് മനസ്സിലായി. ഞാനത് രാവിലെ അമ്മയടുത്ത് പറയുകയും ചെയ്തു. മനസ്സിലായ? ഞാനൊരു സർപ്രൈസ് ആക്കി വെച്ചിരുന്നു. നിനക്ക് അമ്മയ്ക്ക് സന്തോഷമായില്ലേ? പിന്നെ സന്തോഷമാവാതെ? അമ്മയുടെ പാസ്പോർട്ട് കാണാനില്ല, അമ്മ നോക്കിക്കൊണ്ടിരിക്കാം. അമ്മയോടൊപ്പം? അയ്യോ, അപ്പം അമ്മയെ കൊണ്ടുപോകുന്നില്ലേ? ഞാനാണെങ്കിൽ അത് പറയുകയും ചെയ്തു. ഞാൻ മനസ്സിൽ കണ്ടത് നീ ടെറസിൽ കണ്ടില്ലേ? അതെന്തോന്ന്? അത് ചേട്ടാ അമ്മ എന്നെ ദുബായിൽ കുറച്ച് ദിവസം നിർത്താൻ കൊണ്ടുപോകുന്നു. ചേട്ടാ ഇനി ദുബായി പോണില്ല. സർപ്രൈസ്. ഞെട്ടിയില്ലേ? സന്തോഷം കൊണ്ട് നാവിറങ്ങിപ്പോയോ? അപ്പൊ ഇനി വായു ഭക്ഷിച്ചു കഴിയോ? നിങ്ങൾ അവിടുത്തെ ജോലി കളഞ്ഞിട്ടൊന്നും ഇവിടെ എന്തോ ചെയ്യാൻ പോണ്? +2 യോഗ്യത മാത്രമേ നിങ്ങൾക്ക് എന്തോന്ന് ജോലി കിട്ടും? കിട്ടിയാൽ തന്നെ അവിടുത്തെ 4 ശമ്പളം ഇവിടെ കിട്ടും. മാസമുള്ള EMI, വീട്ടിലെ ചെലവ്, അമ്മയുടെ ചികിത്സ. നാളെ ഒരു കുഞ്ഞായ അതിനെ പഠിപ്പിക്കണം, അതിനെ വളർത്തണം. കുഞ്ഞാണെങ്കിൽ കല്യാണം കഴിപ്പിക്കണം. നിന്റെ നാക്ക് അവിടെ തന്നെ ഉണ്ട്. എടി ഇത്രയും ടെൻഷൻ വേണ്ട. എനിക്ക് കുറച്ച് കാശുമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. നാട്ടിൽ ജീവിക്കാനും ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഫണ്ട് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അവിടുത്തെ അത്രയും പൈസ ഇല്ലെങ്കിലും ഇവിടെ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള പരിപാടി എനിക്കറിയാം. ബിസിനസ് തുടങ്ങാനാ? പൊട്ടി കുത്തുവാള എടുക്കും. ഒപ്പോ കട്ട ഡാർക്ക്. എടി ഞാൻ നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 19 വയസ്സ് തൊട്ട് ഞാൻ കഷ്ടപ്പെട്ട പൈസയെ ബിസിനസ് കൊണ്ട് ഞാൻ കളയൂല. ആ ഉറപ്പ് എനിക്കുണ്ട്. അപ്പം നീ തിരിച്ചു പോകണില്ലെന്ന് ഉറപ്പിച്ചാളിയാ? ഇല്ലളിയാ, പോ, എനിക്ക് മതിയായ അവിടെ. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ സമാധാനമായി കാണുമല്ലേ? അല്ലെങ്കിൽ എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും എൻ്റെ മോ അവിടെ കിടന്ന് കഷ്ടപ്പെടണമെന്നൊക്കെ. എൻ്റെ അമ്മയാ? എടാ, നീ ഇവിടെ കിടന്ന് നശിക്കാൻ പോവാണോ? നിന്റെ തലച്ചോറ് കൊണ്ട് ആനയ്ക്ക് ഉരുട്ടിക്കൊടു, അതിനെങ്കിലും പ്രയോജനപ്പെടുത്ത്. ഞാൻ ഇത്രയും കാലം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടല്ലേ അമ്മ. ഞാൻ ഇനിയെങ്കിലും നാട്ടിലൊന്ന് നിൽക്കട്ടെ. അമ്മയ്ക്കാണെങ്കിൽ എല്ലാ അസുഖങ്ങളും ഇപ്പോൾ ഉള്ളതാണ്. ഒരു എമർജൻസി വന്നാൽ 108 വിളിച്ച് ആംബുലൻസ് വരും. നിന്ന് നോക്കുകയാണെങ്കിൽ ഹോം നഴ്സ് ഉണ്ട്. അതിനു വേണ്ടി നീ ഫുൾ ടൈം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മയല്ലേ അമ്മ പറഞ്ഞത് എന്നെ കണ്ടാൽ പകുതി അസുഖം കുറയുമെന്ന്? എന്നും പറഞ്ഞ് നിന്നെ ഫുൾ ടൈം കണ്ടോണ്ടിരുന്നാലേ എൻ്റെ അസുഖം കൂടെ ഉള്ളൂ. നീ എങ്ങനെയെങ്കിലും തിരിച്ചു പോകാൻ നോക്കടാ. ചുമ്മാലടാ, നീ 15 വർഷം അവിടെ നിന്ന് പോയത്. അപ്പം നീ ഇനി പുതിയ ബിസിനസ് തുടങ്ങി ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ നിന്റെ വീട്ടുകാർ സമ്മതിക്കൂ? എനിക്കാരെ സമ്മതവും വേണ്ട അളിയാ. ഞാൻ അവിടെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടണം എനിക്ക് മാത്രമേ അറിയാവൂ. നീ അഡ്വർടൈസ്മെന്റ് ഏജൻസി തുടങ്ങണമെന്നും കുഴപ്പമില്ല. പക്ഷെ കയ്യിലുള്ള കംപ്ലീറ്റ് പൈസയും കൊണ്ട് അതിൽ ഇടല്ലേ അളിയാ, നീ ലോക്കായി പോകും. ഇല്ലല്ല, മൊത്തം പൈസ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ലടാ. കുറച്ച് പൈസ മാറ്റി വയ്ക്കും. വീടിൻ്റെ EMI, ചിട്ടി, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു കറക്റ്റ് പ്ലാനിങ് ഇല്ലെങ്കിലേ കാര്യങ്ങൾ നടന്നു പോകില്ല. അപ്പം നീ ഇപ്പം എവിടെയാണ് പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഫുൾ FD ആണ്ടാ. എനിക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയൊന്നും വലിയ ധാരണയൊന്നുമില്ല. ബെസ്റ്റ്.
എടാ നീ ബിസിനസ് തുടങ്ങും മുമ്പ് ഒരു ഫിനാൻഷ്യൽ പ്ലാനറിനെ ചെന്ന് കാണും. അവരാകുമ്പോൾ നിന്റെ വരവും ചെലവും ലയബിലിറ്റിയും ഈ ഫിനാൻഷ്യൽ ഗോൾസും ഒക്കെ അനലൈസ് ചെയ്ത് നിനക്കൊരു പ്ലാൻ സെറ്റ് ചെയ്ത് നിന്നെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഗൈഡ് ചെയ്യും. എടാ അങ്ങനെയുള്ള ആരെങ്കിലും പരിചയമുണ്ടോ? അപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് എൻ്റെ ബിസിനസ്സും പേഴ്സണൽ ഫിനാൻസും ഒക്കെ ഹാൻഡിൽ ചെയ്യണത് JDI വെൽത്താണ്. JDI വെൽത്താ? ഇതൊക്കെ വിശ്വസിക്കാമോ? അളിയ ഇവർ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനേഴ്സാണ്. നമുക്ക് ഈ വെൽത്ത് മാനേജ്മെൻറ്റിന് വേണ്ട എല്ലാ രജിസ്ട്രേഷൻസും സർട്ടിഫിക്കേഷൻസും ഇവർക്കുണ്ട്. ഇവരുടെ ഈ ആപ്പ് വഴി നമ്മുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് ട്രാക്ക് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും പറ്റും. ഇനി അളിയന് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് മാനേജർ അത് അപ്പം തന്നെ സോൾവ് ചെയ്ത് തരും. ഒരു അപ്പോയിൻമെൻറ്റ് നാളെ തന്നെ എടുക്കാമല്ലേ? നിൻ്റെ ഈ അവസ്ഥയിൽ ഉറപ്പായിട്ടും എടുക്കണം. എടാ പിന്നെ എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് കൂടെ വേണം. നിൻ്റെ അമ്മാവന് കവടിയാർ ഒരു ഓഫീസ് കോംപ്ലക്സ് ഇല്ലേ, അവിടെ എനിക്കൊരു ഫ്ലോർ റെൻറ്റിന് വേണം. പുള്ളിയുടെ അടുത്ത് പറയണം ദുബായിക്കാരനാണ്, കഴുത്തറക്കരുതെന്ന്. ഞാൻ പച്ച പിടിക്കുമ്പം വാടക കൂട്ടി കൊടുത്തോളാം. അതൊക്കെ നമുക്ക് സെറ്റാക്കാടാ. ഓക്കെ. അടുത്ത മാസം ആദ്യം ഓഫീസ് ഓപ്പൺ ചെയ്യുമെന്ന് പറയുന്നത്. തുടങ്ങിയ പിന്നെ ചേട്ടൻ പോവൂലമ്മ. എന്തെങ്കിലും പറഞ്ഞ് അവൻ്റെ മനസ്സ് മാറ്റണം മക്കളെ. മനസ്സിന് തന്നെ സമാധാനം ഇല്ലെങ്കിലും അമ്മ. നിങ്ങൾ ഈ മൗനവ്രതം അവസാനിപ്പിച്ചിട്ട് എനിക്ക് കഴിക്കാൻ വല്ലതും എടുത്തു തരൂ. എനിക്ക് വിശക്കണ ആരിയേ. നിങ്ങൾക്ക് വല്ലതും വേണമെങ്കിൽ അമ്മയോട് ചോദിക്കൂ. നിനക്ക് വരെ വേണമെങ്കിലേ നിന്റെ ഭാര്യ എടുത്ത് ചോദിച്ചാൽ മതി. നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നല്ല, എന്തിപ്പോ പറ്റിയത്? ഞാൻ കഴിക്കാൻ എടുത്തു വെച്ചിരുന്ന തണ്ണിമത്തിന്റെ പീസ് അമ്മ എടുത്ത് കഴിച്ചു. എനിക്ക് വിശന്നുണ്ടല്ലേ ഞാൻ എടുത്ത് കഴിച്ചത്. അമ്മയുടെ മോളായിരുന്നെങ്കിൽ അമ്മ പാതി കൊടുത്തിട്ടല്ലേ കഴിക്കൂ. ഇതിപ്പോ ഞാൻ മരുമോളാണ്ടല്ലേ. എന്നിട്ട് വേണം പറഞ്ഞടക്കാൻ ഞാൻ എച്ചിലി തന്നു. മതി നിർത്തമ്മ. ഞാൻ അവിടെ നിന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ചക്കര ഈച്ചയും കണക്കാണല്ലോ. അപ്പൊ ഇതാണല്ലോ ഇവിടെ സ്ഥിരം പരിപാടി. മനുഷ്യ ഈ വീട്ടിലങ്ങനെ മനസമാനത്തോടെ ജീവിക്കും. ഇത്രയും വഴക്കുണ്ടായിരുന്നു ഇവിടെ. ഒരു കഷ്ണം തണ്ണിമത്തിന് നിങ്ങൾ ഈ അടിയാണെങ്കിൽ ഞാനിവിടെ ഇല്ലാത്തപ്പോൾ നിങ്ങൾ എന്തായിരിക്കും? എൻ്റെ തീരുമാനം എന്തായാലും നന്നായി. ഞാൻ ഇനി പോണില്ല. പിന്നെ അവിടെ ഇരുന്ന് ഒരു പീസ് ബിസ്ക്കറ്റ് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് അടിക്ക് വരല്ലേ. തേഞ്ഞല്ലോ മക്കളെ. ചേട്ടാ നിങ്ങൾ ഈ ഇൻറ്റീരിയർ വർക്ക് ഒന്ന് തീർത്ത് തന്നാലേ എനിക്ക് അടുത്ത മാസമെങ്കിലും ഓഫീസ് ഇനോഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തന്നെയാണ് ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴും മെനങ്ങാന്ന് വിളിച്ചപ്പോഴും നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ശരി, നാളെ വർക്ക് തുടങ്ങുമല്ലോ. ഓക്കെ. എന്താ മക്കൾ ഗൾഫിൽ പോണില്ല എന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് അമ്മ ഒരു കാര്യം പറയാം. ഇനി പണ്ടത്തെ പോലെ വരുമാനമൊന്നും വരില്ലല്ലോ. അതുകൊണ്ട് അമ്മയുടെ മരുന്ന് ചിലവ് അങ്ങ് നിർത്താം. വീടിൻ്റെ ലോൺ അടയ്ക്കണം, അതിന് പൈസ വേണ്ടേ? അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വീട് അങ്ങ് വിൽക്കാം. എന്നിട്ട് എവിടെയെങ്കിലും ഒരു വീട്ടിൽ വാടകയ്ക്ക് പോവാം. അവിടെയെങ്കിലും സമാനമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ. എന്നാലും പഴയ ദാരിദ്ര്യ അവസ്ഥയിൽ പോണത് ആലോചിക്കുമ്പോൾ അമ്മ വിചാരിക്കും പോലെ അമ്മയുടെ മരുന്നൊന്നും നിർത്തേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല. ഈ വീട്ടിൽ കുറേ അനാവശ്യ ചിലവുണ്ട്. അത് നിർത്തിയാൽ തന്നെ ഈ വീട്ടിൽ തന്നെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. അനാവശ്യ ചിലവാ? ഇല്ലേ അമ്മ, ഈ ഓരോ ഫംഗ്ഷനും പുതിയ പുതിയ പട്ടുസാരി എടുക്കണമെന്ന് നിർത്തണം. സാധനം വാങ്ങാനും ബന്ധുക്കളെ വീട്ടിലൊക്കെ ക്യാബിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ബസ്സിലും പോകാം നമുക്ക്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ പത്രാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പിരിവുകാർ വരുമ്പോൾ 2000-3000 കൊടുക്കുന്ന പരിപാടി ഒന്ന് നിർത്തിയാൽ ഇവിടുത്തെ പകുതി ചിലവ് കുറഞ്ഞു കിട്ടും. നീ ഗൾഫുകാരനല്ലേടാ? അല്ലേടാ അല്ല, ആയിരുന്നു. ഞാൻ ഇനി ഗൾഫുകാരനല്ല അമ്മ. മാസം 25,000 രൂപ ഞാൻ ഇനി തരുള്ളൂ. അതിനകത്ത് ഈ വീട്ടിലെ ചിലവെല്ലാം നിങ്ങൾ നിർത്തിക്കൊള്ളണം. ഈ മഴയത്ത് AC ഇട്ടിരിക്കുന്നതും ആഴ്ചയിൽ 500 വട്ടം ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് നിർത്തിയിട്ടേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഈ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കാം. സെന്റി അടിച്ചും ദുരിതം പറഞ്ഞൊക്കെ തിരിച്ച് കയറ്റിവിടാൻ നോക്കിയ പ്ലാൻ പൊളിഞ്ഞല്ല, മതിയായല്ല. എന്റെ പൊന്നമ്മ, നമുക്കിനി പഴയ പോലെയൊന്നും ജീവിക്കാൻ പറ്റൂല. ഇത് ചെറുക്കനാണോ എന്തോ, ഒന്നിനും അടുക്കില്ലല്ലോ. ഒരു അമ്മയായിട്ട് പറയാൻ പാടില്ല. എന്നാലും ഈ ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ പൊളിഞ്ഞെങ്കിൽ അവൻ അങ്ങ് ഗൾഫിൽ പോയാൽ. ചേട്ടാ, അടുത്ത ആഴ്ച മാമിയുടെ മോളുടെ കല്യാണം. എൻ്റെ കല്യാണത്തിന് ഒരു 3 പവൻ മാല ഇട്ട് തന്നത്. നമുക്കൊരു 5 പവനെങ്കിലും മിനിമം കൊടുക്കണ്ടേ? 5 പവനാ? നീ എന്തോന്നീ പറയണത്? നമുക്കൊരു 25,000 രൂപ കൊടുക്കാം. 25,000? ചേട്ടാ, എൻ്റെ സ്വന്തം മാമിയുടെ മോളുടെ കല്യാണമാണ്. ചേട്ടൻ ഗൾഫുകാരനായതുകൊണ്ട് തിരിച്ചു കിട്ടുമെന്നൊക്കെ പ്രതീക്ഷയായിരിക്കും അവരെനിക്ക് 3 പവൻ ഇട്ട് തന്നത്.
എന്നിട്ട് പകരം 25,000 ഉലുവയും കൊണ്ടുപോകാനാ? എടീ, നീ പറഞ്ഞ 25,000 ഉലുവ ഉണ്ടാക്കാനേ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? എന്നെ കൊണ്ടിപ്പോ എത്രേ പറ്റൂ? ഇതും കൊണ്ടുപോയ കുടുംബം മൊത്തം 4 നാണം കടിഞ്ഞാൻ. എനിക്ക് മിനിമം 3 പവനെങ്കിലും കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് പോകുന്നില്ല. നീ പോകണ്ട. ഞാൻ ആകെ ഉത്തരം മുട്ടിപ്പോയി. കല്യാണത്തിന് സകല ബന്ധുക്കളും ചോദിച്ചു മോനും മരുമോളും വന്നില്ലെന്ന്. നിന്റെ മാമി ഇനി മേലാൽ നിന്നെ വിളിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ എന്റെ അടുത്തല്ല, മരുമോന്റെ അടുത്ത് തന്നെ ചോദിക്കേ. രാകേഷേ, ഞാൻ മുഖത്ത് നോക്കിയ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ്. എനിക്കിത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. നീ ഒരു ഗൾഫുകാരനായതുകൊണ്ട് മാത്രമാണ് എൻ്റെ മോളെ നിന്നെ കെട്ടിച്ചെന്നത്. ഒരു +2 ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഒരുത്തന്നെ ആരെങ്കിലും PG കഴിഞ്ഞ കൊച്ചിനെ കെട്ടിച്ചു കൊടുക്കുമോ? നീ എന്നെ ആലോചിച്ച് നോക്ക്. ക്വാളിഫിക്കേഷനിലല്ലല്ലോ അച്ഛൻ, എങ്ങനെ നോക്കണം എന്നല്ലേ. അച്ഛൻ്റെ മോക്ക് ഞാൻ ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഒരു കുറവും വരുത്താത്തതുകൊണ്ടായിരിക്കും ഭാര്യ അമ്മയോടും ബസ്സിൽ വരെ കയറി വരാൻ പറഞ്ഞത്. ഞാൻ അത്യാവശ്യം പണം ചെലവാക്കി തന്നെയാണ് എൻ്റെ മോളെ വളർത്തിയത്. അല്ലാതെ വയറ് മുറുക്കി കെട്ടി ജീവിക്കാനല്ല നിനക്ക് കെട്ടിച്ചെന്നത്. അതൊക്കെ അങ്ങ് എത്തിയല്ലേ അച്ഛൻ. ഞാനും ഇനി കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാം. 15 വർഷം ഞാൻ കണ്ട നാട്ടിൽ ജീവിച്ചു. ഇനി എനിക്ക് പറ്റൂല. ഞാൻ ഇനി ഇവിടെ ജീവിക്കാനാണ് എൻ്റെ തീരുമാനം. ചെറിയൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്. അതൊന്ന് ഓപ്പണായി പച്ച പിടിക്കുന്നത് വരെ എനിക്ക് ഓരോ രൂപയും സൂക്ഷിച്ച് ചിലവാക്കിയേ പറ്റൂ. രാകേഷേ, നീ എൻ്റെ കൊച്ചിൻ്റെ ജീവിതം കൂടി നശിപ്പിക്കരുത്. മര്യാദയ്ക്ക് തിരിച്ചു കയറി പോകാൻ നോക്ക്. ബിസിനസ്, ഈ തുക്കട ബിസിനസ് ചെയ്യുന്ന 1000 പേര് എൻ്റെ മോക്ക് കിട്ടില്ലായിരുന്നു. അച്ഛൻ കഴിച്ചിട്ടല്ലേ പോകും. എനിക്ക് ആ ഇൻറ്റീരിയർ വർക്ക് നടക്കുന്ന അതുവരെ ഒന്ന് പോകണം. ശരി. അവൻ്റെ ധിക്കാരം കണ്ട. എടാ, നിന്നെ സഹായിക്കാൻ വന്ന എനിക്കിട്ട് തന്നെ നീ തികച്ച് തന്നല്ലേ? നിന്റെ കയ്യിലുള്ള പൈസ കൂട്ടാൻ വേണ്ടി നിന്റെ ബിസിനസ്സിൽ ബ്രെയിൻ വാഷ് ചെയ്ത് ഇറക്കിയെന്നാണ് നിന്റെ അമ്മ എന്റെ കുടുംബത്തിൽ വിളിച്ച് പറഞ്ഞേക്കണേ. അളിയാ, എടാ ഞാൻ ഇത് അറിഞ്ഞില്ലടാ. ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് സംസാരിക്കാം. നീ ആരുടെ അടുത്തൊക്കെ വന്ന് സംസാരിക്കും? നിന്റെ അമ്മയച്ച എന്റെ അമ്മയച്ചനെ വിളിച്ച് പറഞ്ഞേക്കണത് ബിസിനസ് ചെയ്യാനോടെ നിന്നെ നിർബന്ധിച്ചിറങ്ങി നിന്റെ കുടുംബ ജീവിതം വരെ തകരാറായിരിക്കണമെന്ന്. എടാ, നീ ഒന്ന് സെറ്റ് ആവണ വരെ പകുതി വാടക വാങ്ങാവൂന്ന് പറഞ്ഞവനാണ് ഞാൻ. എന്നെ നീ കള്ളനാക്കിയല്ല. ഇനി എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. നീ ആ ഷോപ്പ് ഒഴിയണം. ഇന്റീരിയറിന് തന്നെ കുറെ പൈസ ഏടാ. ഞാൻ തൊഴുന്ന് പറയാം, നിന്റെ ഒരു സഹായം ഇനി വേണ്ട. നീ ഒഴിഞ്ഞാ പറ്റൂ. അളയടാ, ശ്രീധർഷ് ഓഫീസ് ഒഴിയാൻ പറഞ്ഞു. അമ്മയ്ക്ക് സമാധാനമായല്ലോ. മക്കളെ, ഈ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റൂല. അവൻ നിന്റെ പൈസയെ കണ്ട് കൂടെ നിന്നതായിരിക്കും. അമ്മ ഈ പറയണത് കള്ളന്യായമാണെന്ന് അമ്മയ്ക്കും അറിയാം, എനിക്കും അറിയാം. നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ അങ്ങോട്ട് പോകണം. എന്നാ അത് തന്നെ കാര്യം. നിനക്ക് കുറച്ച് പൈസ കിട്ടിയപ്പോൾ നിനക്ക് ജോലിക്ക് പോകാൻ വയ്യ. നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് കൊണ്ട് കളയാനേ ഞാൻ സമ്മതിക്കില്ല. ഈ നാട്ടിൽ ഈ ബിസിനസ് ചെയ്യണ കഷ്ടപ്പാടില്ലല്ലോ ദുബായിലെ ജോലിക്ക്. മാസം കൃത്യമായിട്ട് നല്ലൊരു തുക ശമ്പളം ഉണ്ട്. നിങ്ങളെ കണ്ണ് അതിലാണ്, മാസാമാസം കിട്ടുന്ന തുക. അമ്മ അച്ഛൻ മരിച്ചു ഒരു ഗതിയില്ലാതെ നിൽക്കുന്ന സമയത്ത് എൻ്റെ 19ാമത്തെ വയസ്സിൽ ഞാൻ നാട്ടിൽ കഷ്ടപ്പെടാൻ പോയതാണ്. ഞാൻ വീട് വെച്ചു, അനിയത്തിയുടെ കല്യാണം നടത്തി, നിങ്ങളെ കടങ്ങൾ വീട്ടി, എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ ജോലിക്കളനാണെങ്കിലേ ഇതൊന്നും നടക്കൂല. അത് നിന്റെ കടമയല്ലേ? ആണല്ലോ. അപ്പൊ എന്റെ കടമ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ പോവുകയാണ്. എനിക്കൊരു ജീവിതമില്ലേ? ആ ജീവിതത്തിൽ ഞാനും കൂടെ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ടാ തിരിച്ചു പോകാൻ പറഞ്ഞത്. അമ്മ നാട്ടിൽ നിൽക്കാൻ സമ്മതിക്കൂലായിരുന്നു എനിക്കറിയായിരുന്നു. പക്ഷെ ആര്യ, നീ അപ്പൊ നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണ്ടേ? ഞാൻ മാസം അയച്ചിരുന്ന പൈസ മാത്രം മതിയല്ലേ? ഞാൻ കയറി പൊയ്ക്കോളാം. പക്ഷെ ഇത്തവണ പോണത് എത്ര നാൾ ഞാൻ നിൽക്കണമെന്ന് നിങ്ങൾ പറയണം. കാരണം ഞാൻ എൻ്റെ കടമ നിറവേറ്റാൻ പോണതല്ല. ഗൾഫുകാരൻ്റെ കുടുംബം എന്നുള്ള നിങ്ങളെ സ്റ്റാറ്റസ് നിലനിർത്താനും നിങ്ങൾക്ക് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാനും വേണ്ടിയിട്ടാണ്. അമ്മ 15 കൊല്ലം ഞാൻ ആ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോഴും ഞാൻ സ്വപ്നം കണ്ടെന്നാണെന്നറിയാമോ? ഈ വീട്ടിൽ വന്ന് നിങ്ങളെ കൂടെ ജീവിക്കുന്നതും ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്ത് സെറ്റിൽ ആവുന്നതുമാണ്. എന്നിട്ട് അവസാനം ഞാൻ ഈ നാട്ടിൽ സെറ്റിൽ ആവാൻ പോയപ്പോൾ നിങ്ങൾ തന്നെ പാര വെച്ചത് നശിപ്പിക്കുന്ന. ഞാൻ നാളെയാ എപ്പോഴാന്ന് വെച്ചാൽ കയറി പൊയ്ക്കോളാം. എന്നിട്ട് അവിടെ എങ്കിലും പട്ടിക്കൂടി പോയി ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് മാസം പൈസ അയച്ചു തരാം. നിങ്ങൾ ഇവിടെ അടിച്ച് പൊളിച്ച് ജീവിച്ചോണം. എന്നിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ മറക്കുമ്പോൾ ഒന്ന് വിളിക്കണേ. ഞാൻ ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് മുഖം കാണിച്ചിട്ട് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം മറന്നു. എന്നെങ്കിലും നാട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഓരോ പ്രവാസികളും. സ്വന്തം കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവരവിടെ കിടന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും നാട്ടിലുള്ളവർ പലപ്പോഴും അറിയാറ് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രവാസി ജോലി മതിയാക്കി തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ പല വീടുകളിലും എതിർപ്പാണ്. ഇനി നീ എങ്ങനെ ജീവിക്കും? ബിസിനസ് തുടങ്ങിയാൽ പൊളിയും, വീട് വെക്കണ്ടേ, മക്കളെ പഠിപ്പിക്കണ്ടേ, അത് ചെയ്യണ്ടേ ഇത് ചെയ്യണ്ടേ എന്നൊക്കെ ഓരോ ആവശ്യങ്ങൾ പറയുന്ന വീട്ടുകാർ. ഇനിയെങ്കിലും
അവരുടെ ഭാഗത്തുനിന്നും കൂടി ഒന്ന് ചിന്തിക്കും. അവർക്കും ഒരു ജീവിതമുണ്ട്. നമ്മളിനി എന്തൊക്കെ പറഞ്ഞാലും ഒരു കാലത്തും മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തീരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു പ്രവാസി തിരിച്ച് വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവേത് അവരെ പൂർണ്ണ മനസ്സോടെ സപ്പോർട്ട് ചെയ്യും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. ഒരു പ്രവാസി എന്ന നിലയിൽ നാട്ടിൽ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് താഴെ കമൻറ്റ് ചെയ്യും. ഇനിയെങ്കിലും നാട്ടിൽ വന്ന് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവാസികളെ വീട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മളെല്ലാവരും ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും. പക്ഷേ ഈ പൈസ പ്രോപ്പർലി മാനേജ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മൾ പലർക്കും അറിഞ്ഞൂടായിരിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറിന് നമ്മളെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ JDI വെൽത്തിൻ്റെ എക്സ്പേർട്ട് പ്രൊഫഷണൽസിനെ സമീപിക്കും. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണാം. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന